കൂടിടാം ഈ സന്ധ്യയിൽ. കളിയും ചിരിയും പങ്കിടാം ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. ഇനിയുള്ള നാളുകൾ നമുക്കൊന്നു ചേരാം, കഥകൾ പറയാം, കാര്യങ്ങളും. എല്ലാം റേഡിയോ, എല്ലാം റേഡിയോ, എല്ലാം റേഡിയോ. കളിയും ചിരിയും പങ്കിടാം ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. The station that loves Goats and country and its people. London Malayalam Radio. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപുമായിട്ട് നിങ്ങളുടെ കൂടെ ഇറ്റ്സ് മീ ഓൺ മീനു. അപ്പോഴേ കുറേ നല്ല നല്ല സിനിമകൾ നമ്മുടെ മലയാളത്തിൽ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി നല്ല സിനിമകളാണ് ഈ ഒരു മാർച്ച് മാസത്തിൽ ഇറങ്ങുന്നതും ഇറങ്ങാൻ പോകുന്നതും ഒക്കെ ആയിട്ടുള്ളത്. എന്തായാലും നല്ല സിനിമകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. തിയേറ്ററിൽ ഫാമിലിയുമായിട്ട് തന്നെ പോയി കാണണം. നല്ല സിനിമകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണല്ലേ. യെസ്. ഇപ്പം എന്താ പെട്ടെന്നൊരു സിനിമാ പ്രേമം എന്നല്ലേ. ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വരുന്നതിൽ ഒത്തിരി സന്തോഷം. വിപ്ലവകരമായിട്ടും റിയലിസ്റ്റിക് ആയിട്ടും ഒക്കെയുള്ള നല്ല സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എബി, ഒരു മെക്സിക്കൻ ഭാരത, അങ്കമാലി ഡയറീസ്, അങ്ങനെ ഒരുപാട്. അപ്പോൾ ഈ പടങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം, കാണണം. ഇനിയും നല്ല നല്ല കലാകാരന്മാരിങ്ങനെ മുന്നോട്ടായിട്ടും വരട്ടെ. ഓക്കെ, എന്തായാലും വരട്ടെ. ഇപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ എത്ര പേരുണ്ട്? എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. പിന്നെ ഇന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മലയാളത്തിൽ ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് സംഗീത സംവിധായകൻ ബോംബെ രവി സർ. അദ്ദേഹം മലയാളി അല്ല എങ്കിൽ കൂടിയും ഒത്തിരി നല്ല ഗാനങ്ങൾ മലയാളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ നല്ലൊരു ഗാനവും വരുന്നുണ്ട്, കേട്ടിരുന്നോളൂ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ആതിര പെണ്ണിന്റെ വെണ്ണില പാൽക്കുടം നീയൊന്നു തൊട്ടപ്പോൾ പെയ്തു പോയി. ആതിര പെണ്ണിന്റെ വെണ്ണില പാൽക്കുടം നീയൊന്നു തൊട്ടപ്പോൾ പെയ്തു പോയി. മഴവിൽ തമ്പുരു മീട്ടുമ്പോൾ എൻ സ്നേഹസ്വരങ്ങൾ പൂമഴയായി, സ്നേഹസ്വരങ്ങൾ പൂമഴയായി. പാദസരം തീർക്കും പൂഞ്ചോല, നിൻമണിക്കുമ്പിലിൽ മുത്തുകളായി. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ.
പൊന്നുഷ സന്ധ്യതൻ വാസന്ത നീരാളം നീ അണിഞ്ഞു. കുങ്കുമം ചാർത്തിയ പൊന്നുഷ സന്ധ്യതൻ വാസന്ത നീരാളം നീ അണിഞ്ഞു. മഞ്ഞിൽ മയങ്ങിയ താഴ്വരയിൽ നീ കാനന ശ്രീയായി തുളുമ്പി വീണു. കാനന ശ്രീയായി തുളുമ്പി വീണു. അമ്പരം ചുറ്റും വലത് വയ്ക്കാൻ നാം ഒരു വെൺമേഘത്തേരിലേറി. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നു ഞാൻ. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. അത്ഭുത ദ്വീപ് കൂടെയുള്ളത് മീനുവാണ്. സോ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇന്ന് ആദ്യത്തെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ? യെസ്, ഒരുപാട് കാലങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഹിസ്റ്ററിക്കലായിട്ടുള്ള ചതികളായിക്കോട്ടെ, റൊമാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോമഡി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ട്രാജഡീസ് ആയിക്കോട്ടെ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇതൊക്കെ അറിയണത്. ഇപ്പോൾ തന്നെ പാടി പുകഴ്പെറ്റ് അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കണല്ലേ. ഇപ്പോൾ നമുക്ക് വടക്കൻ പാട്ടിലെ കാര്യമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചതിയനായ ചന്തുവിൻ്റെ ചതി ലോകം മുഴുവൻ പാട്ടാണ്. സോ ആ ഒരു എന്താ പറയുക, ഒരു ചായ്വാണ് നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിനുള്ളത്. സോ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ എന്താണ് വില്യം ഷേക്സ്പിയർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല, ഹിസ്റ്ററിക്കലായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ വളഞ്ഞു മൂക്കിൽ പിടിച്ചത്. അതത്ര നല്ല കേൾക്കാൻ സുഖമുള്ളൊരു കാര്യമല്ല, എങ്കിലും പറയാതിരിക്കാനും പറ്റുന്നില്ല. ശിശുക്കളും അതുപോലെ ചെറിയ കുട്ടികളെയും കൂട്ടത്തോടെ സംസ്കരിച്ചൊരു അനാഥാലയം അതുണ്ടായിരുന്നു. എത്ര പേർക്ക് അറിയാമെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു വൻ ക്രൂരത, ഒരു വൻ എന്താ പറയുക, അതിന് വാക്കുകളില്ല, അങ്ങനെ നടന്നിട്ടുള്ള ഒരു സ്ഥലം. അത് വളരെ ആ ഒരു ശ്മശാനം അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസം നിറഞ്ഞതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ബട്ട് അതിന് മുൻപ് നല്ലൊരു പാട്ട്. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. പഴം തമ്മിൽ പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. സരസസുന്ദരീ മണി നീ അലസമായി ഉറങ്ങിയോ? കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ? വിരലിൽ നിന്നും വഴുതി വീണോ വിരസമായൊരാദിതാളം? പഴം തമ്മിൽ പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിധുരയാമി വീണ പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം കന്മതിലും
പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമെനഞ്ഞ പൈങ്കിളി. കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമെനഞ്ഞ പൈങ്കിളി. സ്വരമുറങ്ങും നാവിലെന്തേ വരിമറന്ന പല്ലവി. മഞ്ഞുറയും രാവറയിൽ മാമലരായി നീ പൊഴിഞ്ഞു. പഴം തമ്മിപ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. സരസസുന്ദരീ മണി നീ അലസമായി ഉറങ്ങിയോ. കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ. വിരലിൽ നിന്നും വഴുതി വീണോ വിരസമായൊരാദിതാളം. പഴം തമ്മിപ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. തിരുസന്നിധിയിൽ ദൈവിക സാന്നിധ്യത്തിന്റെ ഉണർവാൽ പ്രഭാത നിമിഷങ്ങളെ അനുഗ്രഹീതപൂർണമാക്കാൻ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ വഴികളിലൂടെ ഫാദർ ജോസ് അന്ത്യാംകുളം MCBS. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും രാവിലെ 7 മണി മുതൽ 7:30 വരെ നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോ. തിരുസന്നിധിയിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 7 മണി മുതൽ 7:30 വരെ ആത്മീയ വചനങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ബ്രദർ ഷിജു തോമസ്. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപ്. കൂടെയുള്ളത് മീനുവാണ്. സോ നമ്മൾ ആ ശ്മശാനത്തിലേക്ക് പോവുകയാണ്, ക്രിമേറ്റോറിയത്തിലേക്ക് പോവുകയാണ്. 20 ചേംബറുകളുള്ള ഭൂഗർഭ ശ്മശാനം. അയർലൻഡിലെ തുവാം നഗരത്തിലെ മുൻ കത്തോലിക്ക അനാഥാലയത്തിൻ്റെതാണ് കേട്ടോ ഈ ഒരു ശ്മശാനം, ഈ ഒരു സെമിറ്ററി. 35 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് എന്ന് DNA പരിശോധനയിൽ കണ്ടെത്തി. 1950 കുട്ടികളെ അടക്കം ചെയ്തിരിക്കുന്നത്. 1961 സ്ഥാപനം പ്രവർത്തനം നിർത്തി. ഈ സ്ഥാപനത്തിൽ വിവാഹിതരാകാത്ത സ്ത്രീകളുടെ പ്രസവ ശുശ്രൂഷകളൊന്നും നടത്തിയിരുന്നു. എന്നാൽ കുട്ടികളെ സ്വീകരിക്കാത്ത സ്ത്രീകൾ അവരെ ഈ ഹോമിൽ തന്നെ ഉപേക്ഷിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. ഈ കുട്ടികളെ ആരും ദത്തെടുക്കാറില്ലായിരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഐറിഷ് സർക്കാർ അന്വേഷണ കമ്മീഷനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 800 കുട്ടികളെയാണ് ഈ ഒരു ശ്മശാനത്തിൽ അടക്കം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കൂട്ടത്തോടെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലാണോ എന്നൊന്നും അറിയില്ല. അതൊരു ഭയങ്കര മിസ്റ്ററി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. എന്തായാലും അന്വേഷണമൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് നല്ലൊരു പാട്ടോടെ കേൾക്കാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഒരേ പാർവയാലേ ഒരേ പാർവയാലേ ഉലകമേ സുളരുതേ ഒന്ന പാത്തതാലേ. തങ്കം മുരുകതാ അംഗം കരയുതാ വെക്കമുടയുതാ മുത്തം തുടരുതാ. സൊക്കി താണെ പോയിരേ മാമാ
உருகுதே மருகுதே ஒரே பார்வையாலே உலகமே சுழலுதே உன்னை பார்த்ததாலே தங்கம் உருகுதே அங்கம் கரையுதே வெக்கம் உடையுதே முத்தம் தோடுருதே சொக்கித்தானே போகிறேனே நானும் கொஞ்ச நாளா உருகுதே மருகுதே ஒரே பார்வையாலே உலகமே சுழலுதே உன்னை பார்த்ததாலே அம்புலியில் நினைந்து சந்திக்கிற பொழுது அன்பு கதை பேசி பேசி விடியுது இரவு ஏழு கடல் தாண்டித்தான் ஏழு மலை தாண்டித்தான் என் கருத்து மச்சான் கிட்ட ஓடி வரும் மனசு நாம சேர்ந்து வாழும் காட்சி போட்டி பார்க்கிறேன் காட்சியாவும் நெசமா மாற கூட்டி போகிறேன் சாமி பார்த்து கும்பிடும் போதும் நீதானே நெஞ்சில் இருக்க உருகுதே மருகுதே ஒரே பார்வையாலே உலகமே சுழலுதே உன்னை பார்த்ததாலே ஊரை விட்டு எங்கேயோ வேற இருந்து நிக்கிறேன் கூடு தந்த கிளி பெண்ணே உன்னாலதான் வாழுறேன் கூறப்பட்ட சேலைதான் வாங்க சொல்லி கேக்குறேன் கூடு விட்டு கூடு பாயம் காதலால சுத்துறேன் கடவுள் கிட்ட கருவற கேட்டு முன்ன சுமக்கவா புதினம் முழுக்க உனக்கே தான் எழுதி கொடுக்கவா மையிட்ட கண்ணே உன்ன மறந்தாயிருந்தே முருகுதே மருகுதே ஒரே பார்வையாலே உலகமே சுழலுதே உன்னை பார்த்ததாலே அங்கம் உருகுதே அங்கம் கரையுதே வெக்கம் உடையுதே முத்தம் தோடுருதே சொக்கித்தானே போகிறேனே நானும் கொஞ்ச நாளா
നടന ഹാസ്യരാഗോത്സവം 2017. ലണ്ടനിലെ ഈസ്റ്റർ വിഷു ദിനങ്ങൾ ആഘോഷമാക്കുവാൻ നടന ഹാസ്യരാഗോത്സവം 2017 ഒരുങ്ങുന്നു. D3 D4 നിങ്ങൾക്ക് സുപരിചിതരായ ഡാൻസ് ക്രൂ അലിയൻസിന്റെ നൃത്തവിരുന്ന്. ഒപ്പം പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകരായ ശ്രീ പന്തളം ബാലൻ, അഖില ആനന്ദ്, രഞ്ജിത്ത് കണിച്ചിക്കുളങ്ങര, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം അനൂപ്, മുരളി പുനലൂർ എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്ന്. ഈസ്റ്റ് ഹാം, വാട്ട്ഫോർഡ്, വോക്കിംഗ്, ലെസ്റ്റർ, ബെൽഫാസ്റ്റ്, ഗ്ലാസ്ഗോ, അയർലൻഡ്, നോർത്തേൺ അയർലൻഡ്, സ്റ്റോക്ക്-ഓൺ-ട്രെന്റ്, സതാംപ്ടൺ എന്നിവിടങ്ങളിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് 7727 253424 7515029819. ഈ കലാമാമാങ്കത്തിലേക്ക് നിങ്ങളെവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണ കണ്ണനാടുന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്. തെക്കന്നം കാറ്റിനും അറിയില്ല, ഉത്രാടത്തുമ്പിക്കും അറിയില്ല, ചങ്കാലിപ്രാവിനും അറിയില്ല, ആർക്കും അറിയില്ല. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്. രാവുറങ്ങണ നേരത്തോ പകൽ തേരിറങ്ങണ നേരത്തോ, കാട്ടിരിക്ക് കമ്മലിട്ട് നട്ടുപാതയോരത്ത്, പൂക്കുവേൽ തേനൊഴുക്കണ നേരത്തോ, പൂക്കുവേൽ തേനൊഴുക്കണ നേരത്തോ. പൂത്തതെപ്പോഴോ, ഇതളീർത്തതെപ്പോഴോ, പൂത്തതെപ്പോഴോ, ഇതളീർത്തതെപ്പോഴോ, ആലിലയും പാഴ്മുളയും മിണ്ടാത്ത നേരത്ത്, ചിങ്കാരപ്പൂമുട്ടൻ നെഞ്ചിൽ വിരിഞ്ഞു, പൂത്തു നിറഞ്ഞു. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു. പൂമലയുടെ താഴത്തോ, മഴപ്പൂവ് ചിന്തണ പാടത്തോ, ആടിപ്പാടി കുളുങ്ങണ കുറുമാലിപ്പുഴക്കര, നാട്ടുമൈന കൂടൊരുക്കണ കൊമ്പത്തോ, നാട്ടുമൈന കൂടൊരുക്കണ കൊമ്പത്തോ. പൂത്തതെങ്ങാണോ ഇതൾ നീർത്തതെങ്ങാണോ, പൂത്തതെങ്ങാണോ, ഇതളീർത്തതെങ്ങാണോ, പാഴ്മയിലും പൂങ്കുയിലും ചെല്ലാത്ത ദൂരത്ത്, പൂമുട്ടൻ നേർക്കുവരിഞ്ഞു, പൂത്തുമറിഞ്ഞു. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്. തെക്കന്നം കാറ്റിനും അറിയില്ല, ഉത്രാടത്തുമ്പിക്കും അറിയില്ല, ചങ്ങാലിപ്രാവിനും അറിയില്ല, ആർക്കും അറിയില്ല. ലണ്ടൻ മലയാളം റേഡിയോ, യുണൈറ്റഡ് മലയാളീസ് എന്റർടൈനർ. മീനുവാണ് നിങ്ങളുടെ കൂടെയുള്ളത് ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപുമായിട്ട്. എല്ലാവർക്കും കല്യാണം കഴിക്കാൻ ഭയങ്കര
ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് വിചാരിക്കും ഭയങ്കരം എന്ന് പറയുന്നത് അത്ര നല്ല വാക്കല്ലല്ലോ എന്ന്. യെസ്, ഭയങ്കരം, ഭയാനകം, അല്ലെങ്കിൽ തല്ലിപ്പൊളി, അടിപൊളി, കീടിലൻ, കീഴ്ക്കാച്ചി, ഇങ്ങനെ ഒരുപാട് ന്യൂജൻ വാക്കുകളൊക്കെ വന്ന് വീഴുന്നുണ്ട് അല്ലേ. സോ ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകൾ വളരെ എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും അധികം സന്തോഷമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈറ്റ്സിൽ നിൽക്കുന്ന ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു വികാരത്തെ നമുക്ക് ഈ പറയുന്ന വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കാം. ഒരു സംസാര ഭാഷയിൽ അങ്ങനെ അങ്ങ് പോകാം. പക്ഷേ എഴുത്തുകുത്തലൊന്നും ഇങ്ങനെ എഴുതി വെച്ചേക്കരുത് കേട്ടോ. നമുക്ക് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ ഗ്രാമർ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആശയം ആൾക്കാർക്ക് മനസ്സിലാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കല്യാണം എന്ന് പറയുമ്പോൾ എത്രയും വെറൈറ്റി ആക്കാനായിട്ട് സാധിക്കുമോ അത്രയും വെറൈറ്റി ആക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണ് ചുറ്റിലും ഉള്ളത്. മലയാളികളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ 2 പേര് വിവാഹിതരായി. ആദം വിന്റർടൺ എന്ന 34-കാരനും ട്രാൻസി വിന്റർടൺ എന്ന 32-കാരിയും. ഈ 2 വധൂവരന്മാർ തങ്ങളുടെ വിവാഹ ദിനത്തിൽ താരങ്ങൾ ആയിരുന്നില്ല. സാധാരണ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും വധൂവരന്മാരാണല്ലോ ഒരു അട്രാക്ഷൻ്റെ സെൻറ്റർ ആയിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഇവരല്ലായിരുന്നു ഇത്രേ. പിന്നെ വേറെ ആരായിരുന്നു ആ താരങ്ങൾ, ആ താര ജോഡികൾ? അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിന് ശേഷം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. நம்ப முடியாதா, நம்மால் முடியாதா, நாளை வெல்லும் நாளை செய்வோமே. யாரும் இல்லை தடை போட, உன்னை மெல்ல எடை போட, நம்பிக்கையில் நடை போட சம்மதமே. என்ன இல்லை உன்னோடு ஏக்கம் என்ன கண்ணோடு, வெற்றி என்றும் வலியோடு பிறந்திடுமே. இன்னும் என்ன தோழா, எத்தனையோ நாளா நம்மை இங்கு நாமே தொலைத்தோமே. நம்ப முடியாதா, நம்மால் முடியாதா, நாளை வெல்லும் நாளாய் செய்வோமே. நெஞ்சம் நினைத்ததை முடிக்கலாம். தொடுவானம் இனி தொடும் தூரம், பல கைகளை சேர்க்கலாம். விதை விதைத்தால் நெல்லை விதை விதைத்தால் அதில் கள்ளிப்பு முளைக்குமா? நம் தலைமுறைகள் 100 கடந்தாலும் தந்த வீரங்கள் மறக்குமா? ஒரே பலம், ஒரே குணம், ஒரே தடம் எதிர்காலத்தில், அதே பலம், அதே திடம், அகம் புறம் நம் தேகத்தில். கழுத்தோடும் ஒரு ஆயுதத்தை தினம் களங்களில் சுமக்கிறோம். எழுத்தோடும் ஒரு ஆயுதத்தை எங்கள் மொழியினில் சுவைக்கிறோம். பனிமூட்டம் வந்து படிந்தென்ன சுடும் பகலவன் மறையுமா?
பகை மூட்டம் வந்து பணியாமல் எங்கள் இருவிழி உறங்குமா? இதோ இதோ இணைந்ததோ இடம் இடம் நம் கையோடு, அதோ அதோ தெரிந்ததோ இடம் இடம் நம் கண்ணோடு. யாரும் இல்லை நடை போட, உன்னை மெல்ல எடை போட, நம்பிக்கையில் நடை போட சம்மதமே. என்ன இல்லை உன்னோடு, ஏக்கம் என்ன கண்ணோடு, வெற்றி என்றும் பலியோடு பிறந்திடுமே. வந்தால் அலையாய் வருவோம், வீழ்ந்தால் விதையாய் விடுவோம், மீண்டும் மீண்டும் எழுவோம், இன்னும் இன்னும் விடுகள், உள்ளே உயிராய் விடுகள், இளமை படையாய் வருகள். ആസ്വദിക്കൂ ഓരോ നിമിഷവും ലണ്ടൻ മലയാളം റേഡിയോയ്ക്കൊപ്പം. വെൽക്കം ബാക്ക്. ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ അത്ഭുത ദ്വീപാണ്. കൂടെയുള്ളത് മീനുവാണ്. സോ വിവാഹ ദിവസത്തെ ആ താര ജോഡികളെ കണ്ടെത്താൻ പോവാണ് നമ്മൾ. ഓക്കെ, എന്തായാലും ആദോ വിന്റർടൺ ആൻഡ് ട്രാൻസി വിന്റർടൺ ഇവരുടെ വിവാഹ ദിനത്തില് ഇവരെ വെല്ലുന്ന താരങ്ങളായത് മറ്റ് 2 താരജോഡികൾ. ആരാണെന്നറിയോ? അറിയില്ല. 2 പെൻഗ്വിനുകൾ. 100ഓളം അതിഥികളുടെ ഇടയിലൂടെ വധൂവരന്മാർക്കൊപ്പം ഈ പെൻഗ്വിൻസും എത്തി. വിന്റർടണിന്റെ സുഹൃത്ത് എമ്മയുടെ സംരക്ഷണത്തിലുള്ള പെൻഗ്വിനുകളാണ് കേട്ടോ ഇവരുടെ വിവാഹ ചടങ്ങിന് എത്തിയത്. ചടങ്ങിന് മുൻപുള്ള റിഹേഴ്സലിനും പെൻഗ്വിനുകൾ വളരെ സന്തോഷത്തിലായിരുന്നു എന്ന് വിന്റർടൺ പറയുന്നു. തങ്ങളുടെ കാലാവസ്ഥയിൽ നിന്ന് മാറി നിന്നിട്ടും അവ ചടങ്ങുകളിലെല്ലാം സഹകരിച്ചു. ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കുന്നതിനൊക്കെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിലും അവ യോജിച്ച് നിന്നു. തണുപ്പ് പ്രദേശത്താണ് സാധാരണ പെൻഗ്വിനുകളൊക്കെ ജീവിക്കുന്നത്. മനുഷ്യരോടൊപ്പം പെൻഗ്വിനുകൾ സന്തോഷത്തോടെ നിന്നു എന്ന് അതിഥികളും പ്രതികരിച്ചു. ആഹാ, അപ്പൊ എന്താല്ലേ മനുഷ്യ കല്യാണത്തിൽ 2 പെൻഗ്വിൻ ജോഡികൾ. ആഹാ, എത്ര രസമായിരിക്കണം, എത്ര മനോഹരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു കല്യാണ ചടങ്ങ്. ഇങ്ങനെ വല്ലതും വേണോ? ദേ, കഷ്ടപ്പെടുന്നൊക്കെ കൊള്ളാം, പക്ഷെ മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കണ പുലി, കടുവ, സിംഹം എന്നൊക്കെ കൊണ്ടുവരണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനനുസരിച്ച് നിന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ പേഴ്സണാലിറ്റി മാറുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, റിസ്ക് ഒന്നും എടുക്കില്ല, അല്ലെങ്കിൽ റിസ്ക് എടുക്കില്ല എന്നല്ല, ഇങ്ങനെയുള്ളൊരു ചതി ചെയ്യില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നല്ലൊരു പാട്ടിലേക്ക് പോണു. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, എന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. കിളിങ്ങാക്കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമുട്ടേ, പിണങ്ങാൻ എന്താണ് എന്താണ്, മിനുങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ.
നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ. കരളിലെ കള്ളൻ നീയല്ലേ. പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ. നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ. നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. ചെല്ലം തേടാ നിൻ തൂവൽ തൊട്ടില്ല ഞാൻ, നിൻ ചുണ്ടിൽ മുത്തിയില്ല ഞാൻ. നിൻ തൂവൽ തൊട്ടില്ല ഞാൻ, നിൻ ചുണ്ടിൽ മുത്തിയില്ല ഞാൻ. കനവിലെ കണ്ണൻ ഞാനല്ലേ. പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ. നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ. നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. കീലുങ്ങാ കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമൊട്ടെ. പിണങ്ങാൻ എന്താണ് എന്താണ്, മിനുങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 മാഞ്ചസ്റ്റർ 01617483335. Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. கோயில் மணி நான் கேட்டேன்.
கேட்டேன். நீ தந்தது காதலின் உயிர்வலி. ഇതാ ലണ്ടൻ മലയാളം റേഡിയോയിൽ ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു പുതിയ ഗീതോപഹാരം മെഹഫിൽ. ना जाने मेरे दिल को क्या हो गया, अभी तो यही था अभी खो गया. मंजिले रुसवा है, खोया है रास्ता. तेरे बिना बेसुआदी रतियां ओ सजना. पर्दे पर चाहे गुजरे जमाने के हो या फिर हो नए जमाने के, आपके चहेते कलाकार, गायक, निर्देशक, संगीतकार, उन सभी पर आधारित होगा ये प्रोग्राम महफिल. तो फिर खूब सजेगी ये महफिल जब मैं बैठेंगे हमारा इस गाने की महफिल में. बेसुआदी रतियां ओ सजना. ഹിന്ദി ചലച്ചിത്ര ലോകത്തെ അതുല്യ പ്രതിഭകളുടെ അനശ്വര കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് മെഹഫിൽ. ഈ മെഹഫിലിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു ഞാൻ RJ അനി. तो एक चाक गरीबा सिया. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ മെഹഫിൽ കേൾക്കാൻ മറക്കില്ലല്ലോ. चाक गरीबा सिया सिया सिया. You are listening London Malayalam Radio. മീനു നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപുമായിട്ട്. ബ്രിട്ടനിൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ദ ഗ്രേറ്റ് ബ്രിട്ടൻ. ആ ഗ്രേറ്റ് ബ്രിട്ടനിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വമ്പൻ മത്സരം നടന്നു. മത്സരങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഓക്കെ, അയ്യോ എന്താ എനിക്ക് വട്ടായെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? എനിക്ക് വട്ടൊന്നും ആയിട്ടില്ല. ഞാൻ പെട്ടെന്നൊരു ആത്മകഥം പറഞ്ഞു പോയത്, അത്ര ശബ്ദത്തോടു കൂടിയാണ് പുറത്തേക്ക് വന്നത്. സാരല്ല. എന്തായാലും ഈ ഒരു മത്സരം, ഈ ഗ്രേറ്റ് ബ്രിട്ടനിൽ നടന്ന മത്സരം വളരെ പെക്യുലർ ആയിട്ടുള്ള, വളരെ യുണീക്കായിട്ടുള്ള ഒരു മത്സരമാണ്. നമ്മൾ സാധാരണ കേൾക്കുന്ന മത്സരം ഓട്ട മത്സരം, ചാട്ട മത്സരം, നീന്തൽ മത്സരം, ആ മത്സരം, ഈ മത്സരം, അങ്ങനെ മത്സരം, ഇങ്ങനെ മത്സരം, അങ്ങനെ മത്സരത്തോട് മത്സരം, പഠിപ്പ് മത്സരം വരെ അല്ലേ. നല്ല വൈഫിനെ കിട്ടാൻ വേണ്ടി വരെ മത്സരമുണ്ട്. നല്ല ഹസ്ബൻഡിനെ കിട്ടാനും ഉണ്ട് കേട്ടോ. അത് പറയുമ്പോൾ ആരും ഇങ്ങനെ എന്താ ഒരു ഭാഗം മാത്രം പറയണമെന്ന് വിചാരിക്കണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുത്തെ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഓട്ട മത്സരമാണ്. പക്ഷേ വെറുതെ ഓടുകയല്ല, പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു പാട്ടിന് ശേഷം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പടികടന്നെത്തുന്ന പദനിസ്വനം. പുലർനിലാച്ചില്ലയിൽ കുളിരിടും മഞ്ഞിൻ്റെ പൂര
പൂവിതൾ തുള്ളികൾ പെയ്തതാവാ. അലയുമീ തെന്നലൻ കരളിലെ തന്തിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാ. മിഴികളിൽ കുറുകുന്ന പ്രണയമാ പ്രാവിന്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാ. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിന്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാ. താനേ തുറക്കുന്ന ജാലകച്ചില്ലിൽ നിൻ തെളിനിഴൽ ചിത്തം തെളിഞ്ഞതാവാ. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. സരളമാം സന്ധ്യകൾ നറുമലർ തിങ്കളിൻ നെറുകയിൽ ചന്ദനം തൊട്ടതാവാ. കുയിലുകൾ പാടുന്ന തൊടിയിലെ തുമ്പികൾ കുസൃതിയാൽ മൂളിപ്പറന്നതാവാ. അണിനിലാത്തിരിയിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നി തുടിച്ചതാവാ. അണിനിലാത്തിരിയിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നി തുടിച്ചതാവാ. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാ. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുകൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. ഒരിക്കൽ കൂടി തിരികെ എത്താം ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിലേക്ക്. കൂടെയുള്ളത് മീനുവാണ്. സോ ഓട്ടം മത്സരം. എന്താ മത്സരം? വൈഫ് ക്യാരിയിങ് റേസ്. സംശയിക്കണ്ട, സ്വന്തം ഭാര്യയെ ചുമലിലേറ്റി ഓടുക. ഇവിടെ ഈ ഒരു മത്സരം നടക്കുന്നത് 10ാമതായിട്ടാണ് കേട്ടോ. 380 മീറ്ററാണ് ഭാര്യയും കൊണ്ട് ഭർത്താക്കന്മാർ ഓടേണ്ടിയിരുന്നത്. 40 ദമ്പതികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 12 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിലാണ് ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിച്ചത്. തുടർന്ന് 2008 മുതൽ ഇവിടെയും ഈ മത്സരം ആരംഭിച്ചു. ലോകത്ത് പല ഭാഗത്തു നിന്നുമുള്ള ദമ്പതികൾ ഈ ഓട്ടത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ട്. മത്സരത്തിൽ സമ്മാനം ലഭിച്ച 44-കാരനായ കിരൺ ഹ്യൂസും ഭാര്യയായ 46-കാരി ട്രെസി ഓൾഡറും പറയുന്നത് മത്സരം കുറച്ച് കടുപ്പമുള്ളതാണ് എങ്കിലും തങ്ങൾ ആസ്വദിച്ചു എന്നാണ്. തങ്ങൾക്ക് ആദ്യമായിട്ടാണ് സമ്മാനം ലഭിക്കുന്നത്. തങ്ങൾ അടുത്ത തവണയും മത്സരിക്കുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതായത് പാവം പിടിച്ച് ഭർത്താവിൻ്റെ കട്ടയും പടവും മടക്കും എന്നർത്ഥം. എന്താ ഇപ്പം ചെയ്യുക? ഒന്നും ചെയ്യാനല്ല, ഒരു മെയിൽ അയച്ചാൽ മാത്രം മതി. minu@lmrlive.com. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഡീലല്ലേ? യെസ്. സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ വീണ്ടും ഒന്നിക്കാം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.